അവൾ എന്തൊക്കെയോ നോട്ട്ബുക്കിൽ എഴുതിക്കൊണ്ടിരിക്കുവാടാ. ഹലോ, എന്തിനാ ഇങ്ങനെ സീൻ ഉണ്ടാക്കുന്നത്? സ്കൂൾ വിട്ട് എത്ര നേരമായി? വീട്ടിൽ പോയി ഹോംവർക്ക് ചെയ്യാൻ പാടില്ലേ? മിസ് നിന്നോട് കണ്ടിട്ട് ക്ലാപ്പ് ചെയ്യാൻ വേണ്ടിയാ? എന്റെ അമ്മ എന്നെ വിളിച്ചോണ്ട് വരാൻ വരുന്ന ഒരു സമയമുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഡ്രോയിങ് ചെയ്യുന്നത്. അതൊന്ന് കാണിച്ചേ. എന്താടാ ഇവള് സൂപ്പറായിട്ടാണല്ലോ വരച്ചത്. ക്ലാസ്സിൽ എന്ത് ചോദ്യം ചോദിച്ചാലും ശരിയായ ഉത്തരം പറയും. പദ്യങ്ങളും ചൊല്ലുന്നുണ്ട്. ഡ്രോയിങ് സൂപ്പറായിട്ട് ചെയ്യുന്നുണ്ട്. ഇവള് കാരണം നിന്റെ സ്കൂളിലുള്ള പേര് കപ്പല് കയറി പോകുന്നാ തോന്നുന്നത്. ഇവളിങ്ങനെ വിട്ടാലേ സ്കോർ ചെയ്ത് കേറിപ്പോന്ന മട്ടുണ്ട്. ഇവളെ സമ്മതിക്കില്ലടാ. ഇല്ല, ആ പെൻസിലും തന്നെ. കവിൻ, എന്താ ചെയ്തത്? എനിക്ക് നന്നായിട്ട് വരക്കാനാണെന്ന് കാണിച്ചതാ. എന്തിനാണ് നാശാക്കുന്നത്? വാ 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 അങ്ങ് തക്കുടു. ആ എന്താ സാറിന്ന് ചിരിച്ച മുഖത്തോടെ ഹാപ്പി ആയിട്ടാണല്ലോ വരവ്. ഇന്ന് മിസ്സായിരുന്നു നിന്നെ ചീത്ത പറഞ്ഞില്ലേ? എന്നെ ആരാ അച്ഛാ ചീത്ത പറയാ? ഈ കവിന് ഗുഡ് ബോയ് അല്ലേ? ആ ആരും നിന്നോട് ഗുഡ് ബോയ് എന്ന് പറയാത്തോണ്ട് നീ തന്നെ സ്വയം പറയാ. എന്താ അച്ഛാ, അച്ഛൻ എന്നെ കളിയാക്കുവാണോ? ചുമ്മാ അച്ഛനൊരു തമാശ പറഞ്ഞല്ലടാ. അങ്ങനെയാണെങ്കി ഓക്കെ. അച്ഛാ പറയടാ. ഇന്നൊരു വലിയ കാര്യം ഞാൻ ചെയ്തു. എന്താടാ ചെയ്തത്? നില അവിടെ നിന്ന് ഡ്രോയിങ് വരച്ചോണ്ടിരിക്കുവായിരുന്നു. അതിൽ മൊത്തം ഞാൻ കുത്തി വരച്ചിട്ട് അവളിപ്പോ കരഞ്ഞോണ്ടിരിക്കുകയായിരിക്കും. യെസ്. കവിൻ, ഒരു ഗുഡ് ബോയ് ചെയ്യുന്ന പണിയാണോടത്? എന്താ അച്ഛാ ടെൻഷൻ ആവുന്നത്? മോനെ, അതൊക്കെ തെറ്റാടാ. മറ്റൊരാളുടെ ക്രിയേഷൻ നമ്മൾ നശിപ്പിക്കാൻ പാടില്ല. ക്രിയേഷൻ അല്ല അച്ഛാ, അത് ക്രയോൺസാ. അതെനിക്കറിയാം. നീ എന്തിനാടാ കുത്തി വരച്ചത്? ഞാൻ കുത്തി വരച്ച ഡ്രോയിങ് മാസ്റ്റർ കണ്ടിട്ട് ചീത്ത പറയാലോ അവളെ. ദിസ് ഈസ് ടു ബാഡ്. നീ അവളുമായിട്ട് വഴക്കിടാതെ അവളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ആകാൻ ശ്രമിക്കേ. കുറച്ചു മുമ്പേ അവൾ എന്റെ അടുത്ത് വന്നിട്ട് ഫ്രണ്ട് ആവാൻ ചോദിച്ചു. അതിന് ഞാനാ പറ്റില്ലെന്ന് പറഞ്ഞത്. അപ്പൊ തെറ്റാ പെണ്ണിന്റെ ഭാഗത്തല്ല അല്ലേ, നിന്റെ ഭാഗത്ത് തന്നെയാ. അച്ഛാ, എന്തു പറ്റി അച്ഛന്? അച്ഛൻ എന്റെ അച്ഛനാണോ അതോ നീലന്റെ അച്ഛനാണോന്ന് പറ.